ഞാൻ ചിലപ്പോ ആവശ്യം വന്നപ്പോ അവരുടെ കയ്യിലുള്ള പണം തട്ടിയെടുത്തിട്ടുണ്ടാവും. അതെ, എന്റെ മിടുക്കടാ. നിന്നെ പോലെ തന്തയുടെ പെൻഷൻ തുക മുഴുവനും പറ്റിച്ചെടുത്ത് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് തീർത്തില്ലല്ലോ. അനാവശ്യം പറഞ്ഞ ഏട്ടനതൊന്നും ഞാൻ നോക്കില്ല. കിടന്ന് ചെലക്കാതെ എന്റെ മുറിയിൽ ഇറങ്ങി പോടാ. ഇറങ്ങി പോവാൻ പറയാൻ ഇതാർക്കും പതിച്ചു തന്ന വീടൊന്നും അല്ല, എനിക്കും കൂടി അവകാശപ്പെട്ട വീടാ. എന്തവകാശടാ? നിനക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? ഞാൻ വാടക കൊടുക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ. ജോലിക്കും കൂലിക്കും പോകാതെ പെണ്ണു പിള്ളേരുടെ വാലും പിടിച്ച് നടക്കുന്ന നിനക്കൊക്കെ പോയി ചത്തുറ. മനോജ മതി. പണം തട്ടിയെടുക്കാനും അച്ഛനും അമ്മയെ വേർപിരിക്കാനും ഏട്ടനും അനിയനും ഒന്നിച്ചു നിന്നപ്പോ രണ്ടുപേരിലും ഈ രോഷമൊന്നും കണ്ടില്ലല്ലോ. അതെ, ഏട്ടത്തി അമ്മ. അമ്മ അച്ഛനെ കാണാതായതില് മൂത്ത മോന് സന്തോഷമേ ഉള്ളൂ. ഇളയ മോനായ നീ ഈ കാണിക്കുന്ന വികാരമൊക്കെ അല്പമെങ്കിലും ഹൃദയത്തിൽ തട്ടിയാണെങ്കിൽ ഇവിടെ കിടന്ന് നാടകം കളിക്കാതെ അവരെ ചെന്ന് അന്വേഷിക്കാൻ നോക്ക്. ഇയാള് ചതിയനാ. ഏടത്തെയും ചതിക്കും. ഏടത്തി കരുതിയിരുന്നു ഇയാൾ അനുഭവിക്കും. അനുഭവിച്ചേ ചാകൂ. നീ അമ്മയെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി പട്ടിണിക്കിട്ടതൊക്കെ ഈ നാട് മുഴുവനും പാട്ടാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ അറിയപ്പെടാ. ഇയാളെ ഞാനിന്ന് ഈയോടി നിനക്ക് വേണ്ടി മാത്രമല്ല, പലർക്കും കൂടി ചേർത്ത. ഇറങ്ങി പോടാ. സുചിത്രേ, മിണ്ടരുത്.